ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗത്തിൽ ഇറാൻ ഇസ്രയേൽ വാക്പോര് കടുക്കുകയാണ്. ഇസ്രയേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഇറാൻ അംബാസഡർ പ്രസംഗം. പ്രതികരണത്തിലേക്ക് ആദ്യം. The strike were planned and systematic, killing senior military officials, scientists, professors, students, doctors, artists, athletes, rescuers and ordinary civilians, including women, children and infants. Many died in their sleep. These children killed in their bed. Hundreds of civilians have been killed and thousands injured. സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ മാപ്പു പറയില്ലെന്ന് ഇസ്രയേൽ തിരിച്ചടിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പു പറയില്ലെന്ന് ഇസ്രയേൽ അംബാസഡർ ഡാനി ഡനോൺ പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയെയും ഇസ്രയേൽ അപലപിച്ചു. ഇറാൻ ഇരവാദം ഉയർത്തരുതെന്നും ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും ഇറാൻ നിലപാടെടുത്തു. With innocent blood still dripping from your hands, you come here asking for sympathy. You demand protection from this council while plotting the extermination of my people. How can this council allow the representative of a regime that funds, arms, and orchestrates terror across the world to come here and play victim? It's like a wolf complaining when the shepherd fights back to protect his flock. So innocent. മുഹമ്മദ് അൻവർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അൻവർ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ജനീവ ചർച്ചയിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊരു നിലപാട് ഇറാൻ എടുക്കുമ്പോൾ ഈ UN സുരക്ഷാ സമിതിയിൽ ഇസ്രയേൽ ഇറാൻ വാക്പോര് കടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? കീർത്തന, പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതക്കായി ഇറാൻ പറയുന്ന മാനദണ്ഡം ഇസ്രായേൽ ആക്രമണം നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് UN രക്ഷാ സമിതിയിൽ ഈ ഇസ്രായേൽ അംബാസിഡർ അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരു കാര്യം, ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ യാതൊരു തരത്തിലുള്ള മാപ്പും ഞങ്ങൾ പറയില്ല, ആക്രമണം തുടരുമെന്നാണ് ഐക്യരാഷ്ട്രസഭയെ ഇസ്രായേൽ അറിയിച്ചത്. അതിനർത്ഥം ഈ തുടരുന്ന ആക്രമണങ്ങൾ, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്താനോ പിൻവലിക്കാനോ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാനോ പോലും ഇസ്രായേൽ ആലോചിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇതിനു പുറമെ ഇന്ന് നടന്ന ചർച്ചയിൽ രൂക്ഷമായ ഭാഷയിലാണ് ഇറാനെയും ഇറാൻ അംബാസിഡറെയും ഇസ്രായേൽ അംബാസിഡർ ഡാൻ വിമർശിക്കുന്നത്. താങ്കളൊരു നയതന്ത്ര വിദഗ്ധനാണോ അതോ ഒരു ചെന്നായ ആണോ എന്നാണ് അദ്ദേഹം ഇറാൻ അംബാസിഡറോട് ചോദിച്ചത്. ഇറാൻ്റെ ആണവ പദ്ധതികൾ, ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന തരത്തിലേക്ക് പോയപ്പോൾ സ്വയം രക്ഷയ്ക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ സ്വയം രക്ഷയ്ക്കായാണ് തങ്ങൾ അവിടെ ആക്രമിച്ചത്. ആ ആക്രമണം നിലനിർത്തില്ല. ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യവും അദ്ദേഹം ആ സുരക്ഷാ സമിതി യോഗത്തിൽ തള്ളുകയാണ് ഉണ്ടായത്. ഇതിൽ ആദ്യം സംസാരിച്ചത് സുരക്ഷാ സമിതി യോഗത്തിൽ ആദ്യം സംസാരിച്ചത് ഇറാൻ അംബാസിഡറാണ്. ഇറാൻ അംബാസിഡർ ആ യോഗത്തിൽ വിശദീകരിച്ചത് എങ്ങനെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം ഇറാനിൽ നടത്തിയെന്ന കാര്യം അദ്ദേഹം വിശദീകരിച്ചു. ആ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും വയോധികരും അടക്കമുള്ള ആളുകൾ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോ പ്ലക്കാർഡായി ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇറാൻ അംബാസിഡർ ഈ യോഗത്തിൽ സംസാരിച്ചത്. ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലിനെ അടിയന്തരമായി ഇറാനെ ആക്രമിക്കുന്നത് തടയണം എന്ന കാര്യവും കൂടി അദ്ദേഹം ഇറാൻ അംബാസിഡർ ആ യോഗത്തിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്നാൽ ഇതൊക്കെ തള്ളിക്കളയുന്ന യാതൊരുവിധ പീസ് പ്രസിഡന്റ് സമാധാന ശ്രമങ്ങൾക്കും തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇസ്രായേൽ അംബാസിഡർ UN സുരക്ഷാ സമിതി യോഗത്തിൽ നൽകിയത്. ഈ സുരക്ഷാ സമിതി യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ട് നിങ്ങൾ സമാധാനത്തിനൊരു ചാൻസ് കൊടുക്കൂ, ഗീവ് ചാൻസ് ഫോർ പീസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ചർച്ച തുടങ്ങിയത്. നിങ്ങൾ സമാധാനത്തിനൊരു അവസരം കൊടുക്കൂ, ഇരു രാജ്യങ്ങളും ആക്രമണം കുറക്കണം, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും തുടരണമെന്ന അഭ്യർത്ഥന അദ്ദേഹം ആ യോഗത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക നമുക്കറിയുന്നത് പോലെ ഇസ്രായേലിനെ പിന്തുണച്ചാണ് യോഗത്തിൽ സംസാരിച്ചത്. അമേരിക്കയും ഇറാനും നടന്നുകൊണ്ടിരിക്കുന്ന ആണവ നിരായുധീകരണ ചർച്ചയിൽ
ഇറാൻ ഒപ്പിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ആക്രമണം, ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അമേരിക്കൻ അംബാസിഡർ പറഞ്ഞത്. റഷ്യൻ അംബാസിഡർ ഇസ്രായേലിനെ എതിർത്തും സംസാരിച്ചു. കീർത്തന. ശരി, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ നൽകിയത്.